ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്. അതായത് എ ടൈഗർ കംസ് ടു ടൗൺ. അപ്പോൾ ടൈഗർ ടൗണിലേക്ക് വന്നതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ആ ഒരു ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് ആര് വന്നു? ടൈഗർ വന്നു. അവരതിനെ ലോക്ക് ചെയ്തു. അപ്പോൾ ആ ലോക്ക് ചെയ്തിട്ട് ടൈഗർ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുകൊണ്ട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇനി ഈ ടൈഗർ കംസ് ടു ടൗൺ 2 പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? ശരിയായ വിവരങ്ങളും അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ അഭാവം മൂലം ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നം സങ്കീർണമായിട്ട് തോന്നും. അതുപോലെ തന്നെ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മൂലം നമുക്കിത് സംഭവിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്ഥിരമായ ആശയങ്ങൾക്ക് അനുസരിച്ചിട്ട് മാത്രമാണ് എന്ത് നമ്മൾ വിശകലനം ചെയ്യുന്നതല്ലേ? എന്തെങ്കിലും ഒരു സാഹചര്യം സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിനെ നേരിടുന്നത്. ദെൻ ഒരു കടുവ പട്ടണത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ 1-ാം ഭാഗം. അപ്പോൾ കടുവ പട്ടണത്തിലേക്ക് വരുന്നതിൻ്റെ 1-ാം ഭാഗത്തിൽ കടുവ ആരെയും ദ്രോഹിക്കാനല്ല വരുന്നത്. ആഗ്രഹിക്കുന്നില്ലെങ്കിലും കടുവയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ ഒളിച്ചിടാണ് ചെയ്യുന്നത്. പേടിച്ചോടുന്നു. ദെൻ കടുവയെ കൊണ്ടുവരാനായിട്ട് സർക്കസ് മാസ്റ്ററിൻ്റെ മുറിയിൽ കയറാനായിട്ട്, അതായത് സർക്കസ് മാസ്റ്ററിന് കടുവ നിൽക്കുന്ന ഹെഡ് മാസ്റ്ററിൻ്റെ മുറിയിലേക്ക് കയറാൻ അധ്യാപകർ അനുവദിക്കുന്നില്ല. കാരണം കടുവ യഥാർത്ഥ സ്വഭാവവും ശീലവും അവർ മനസ്സിലാക്കുക അറിയുകയോ ചെയ്യാത്തതാണ് കാരണം. അപ്പോൾ കടുവ എന്താണ്? ഭയപ്പെടേണ്ട ക്രൂര മൃഗമാണെന്നാണ് എന്ത് അവർ വിശ്വസിച്ചാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇയാളെ അകത്തേക്ക് കടത്തിവിടാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. ദെൻ അതുപോലെ തന്നെയാണ് എന്ത് പാമ്പുകടി എന്ന ആ ഒരു അതായത് സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രീവിയസ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ആശയങ്ങൾ കാരണം എന്താണ് ആ കുട്ടിക്ക് കുത്തേറ്റു. അത് പാമ്പാണ് കടിച്ചതെന്നും പറഞ്ഞിട്ടാണ് എന്ത് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ടെൻഷനൊക്കെ അവർ അനുഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും കാര്യം അറിയുന്നതിന് മുമ്പ് എടുത്തു ചാടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഇനി പ്രശ്നം പരിഹരിക്കാനായിട്ട് ടീച്ചർ അടുത്തതായിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് എന്ത് ഈ പാർട്ട് 2 വരുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഓർക്കുക. അപ്പോൾ എന്താണ് റിമെമ്പർ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഒരു കടുവ പട്ടണത്തിലേക്ക് വന്നു. അതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റൂമിൽ അടച്ചിട്ടത്. ദെൻ ബാക്കി വരുന്നത് എന്താണ്? മീൻ വൈൽ ഐ അവോക്ക് ആഫ്റ്റർ എ വെരി ഗുഡ് സ്ട്രെച്ച് ഓഫ് സ്ലീപ്പ് ആൻഡ് ഹേർഡ് വോയിസ് ഔട്ട്സൈഡ്. ഐ ലുക്ക് അപ്പ് ആൻഡ് സോ ദ ഹെഡ് മാസ്റ്റർ കവറിംഗ് ഇൻ ദ attic. I stretched myself and rode for no particular reason except that I felt alive. The poor human being in the loft must have trembled at the moment. I wished to assure him that I was not going to hurt him. I raised myself, put up my forelegs on the wall, scratched it and growled softly, which made him more nervous. ഇപ്പം എന്താണ് പറയുന്നത്? സോ ഇതിൻ്റെ ഇടയിൽ നല്ല ഉറക്കത്തിന് ശേഷം ഉണർന്ന ടൈഗർ എന്ത് ചെയ്തു? പുറത്തെ ശബ്ദം കേട്ടു. ദെൻ തലയുയർത്തി നോക്കി കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താണ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ദെൻ എന്താണ് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തന്നെ എന്നെ തന്നെ എന്താണ് ആ ടൈഗർ എന്ത് ചെയ്യുന്നു? മലർത്തി അലറാൻ തുടങ്ങി. അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ജസ്റ്റ് നിവരാറുണ്ടല്ലോ. സോ അതുപോലെ മലർന്ന് കിടന്നിട്ട് അലറി. അതുപോലെ തന്നെ തട്ടിൽ കിടന്നിരുന്ന പാവം മനുഷ്യൻ, അത് ഹെഡ് മാസ്റ്റർ ഇത് കണ്ട് പേടിച്ചു. സോ ഞാൻ അവനെ വേദനിപ്പിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ടൈഗർ പറയുന്നത്. പക്ഷേ എന്നെ തന്നെ ഉയർത്തി എൻ്റെ മുൻകാലുകൾ ഭിത്തിയിൽ കയറ്റി മാന്തി കുഴി ഉണ്ടാക്കിയിട്ട് മൃദുവായിട്ട് മുരളുന്നുണ്ടായിരുന്നു ടൈഗർ. അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഹെഡ് മാസ്റ്റർ പേടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? എൻ്റെ മാസ്റ്റർ പുറത്തുണ്ടെന്ന് എനിക്കറിയായിരുന്നു എന്ന് ടൈഗർ പറയുകയാണ്. ആരും സ്കൂളിൽ നിന്ന് പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കടുവ പുറത്തു വന്ന് എന്നോടൊപ്പം നടക്കുന്നത് നിങ്ങൾ കാണുമെന്ന് അവരോട് പറയുന്നുണ്ട് ഹെഡ് മാസ്റ്റർ. സോ നിങ്ങളിൽ ഒരാൾ ഒരു ഗോവണി എടുത്ത് ഹെഡ് മാസ്റ്ററിനെ തട്ടിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുമെന്ന് മാസ്റ്റർ പറയുകയാണ്. അപ്പോൾ ഈ ടൈഗറാണ് ഈ സ്റ്റോറി മൊത്തം പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ആയുധങ്ങളോ സംരക്ഷണങ്ങളോ ഇല്ലാതെ നിങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾ അകത്ത് പോകുന്നു എന്ന് പറയണോ എന്ന് അവർ ചോദിക്കണം. അതായത് ഒരു ആയുധങ്ങളും ഇല്ലാണ്ട് എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ അകത്തേക്ക് പോകുന്നത് എന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. സോ യെസ്, ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അപ്പോൾ എന്താണ്? അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാഴാക്കാൻ സമയമില്ല എന്നാണ് മാസ്റ്റർ പറയുന്നത്. അപ്പോൾ ചെയർമാൻ എന്താണ് പറയുന്നത്? എന്താണ് ടൈഗർ കമ്മിറ്റിയുടെ ചെയർമാൻ പറയുകയാണ്, രണ്ടാം ഹോണററി
മജിസ്ട്രേറ്റ് പറയുന്നത് എന്താണ് എന്ന നിലയിൽ എനിക്കുള്ള അധികാരം അനുസരിച്ച് നിങ്ങൾ ആ മുറി തുറക്കാനോ പ്രവേശിക്കുകയോ ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. അതായത് ടൈഗർ കമ്മിറ്റിയുടെ ചെയർമാൻ പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് ഒരു രണ്ടാം ഹോണററി നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല. പക്ഷേ യജമാനൻ പറയുകയാണ്. അപ്പോൾ കടുവയുടെ യജമാനൻ പറഞ്ഞു, കടുവയുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത് എന്ന് ചോദിക്കുകയാണ്. ദെൻ അതിന് ഉത്തരമായിട്ട് ആരാണ് ഈ ടൈഗർ കമ്മിറ്റിയുടെ ആൾ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. സോ ആത്മഹത്യ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. കാരണം എന്താണ്, സ്വയമേ ചെന്ന് ചാടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണല്ലോ ടൈഗർ ഉപദ്രവിച്ച. സോ ആകാം. എൻ്റെ യജമാനൻ പറഞ്ഞു ഒരു മനുഷ്യൻ പാടില്ല എന്ന നിയമത്തിലെ ഏത് വകുപ്പ് പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ബട്ട് വിച്ച് സെക്ഷൻ ഓഫ് ലോ സേസ് ദാറ്റ് മാൻ ഷുഡ് നോട്ട് അപ്രോച്ച് എ ടൈഗർ. ഏത് സെക്ഷനാണ് നിയമത്തിൽ പറയുന്നത് നമ്മൾ ടൈഗറിൻ്റെ അടുത്ത് പോകരുതെന്ന്. ഓക്കെ, ആർ നോട്ട് സർക്കസ് പീപ്പിൾ ഡൂയിങ് ഇറ്റ് ഓൾ ദി ടൈം. അപ്പോൾ എന്താണ്, സർക്കസ് പീപ്പിൾ ഇത് തന്നെയല്ലേ എപ്പോഴും ചെയ്യാറില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. യെസ് റിപ്ലൈ ദ ചെയർമാൻ വീക്ക്ലി, ബട്ട് ദാറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ശരിയാണ് ചെയ്യാറുണ്ട്, പക്ഷേ അത് ഡിഫറെൻ്റ് ആണ്, അത് വ്യത്യസ്തമാണ്. ഐ ക്യാൻ ടൈം എ ടൈഗർ, ഇറ്റ്സ് ആഫ്റ്റർ ഓൾ മൈ ലൈഫ് ദാറ്റ് ഐ എം റിസ്കിങ്. എന്താണ്, എനിക്കൊരു കടുവയെ മെരിക്കാം, ജീവിതകാലം മുഴുവൻ ഞാൻ അപകടത്തിലാക്കുന്നത് എന്താണ്, എൻ്റെ ജീവിതമാണ് ഞാൻ മൊത്തത്തിൽ അപകടത്തിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദ ചെയർമാൻ വാസ് വിസിബിളി കൺഫ്യൂസ്ഡ് ആൻഡ് ബിവൽഡേർഡ്. ഇൻ ദാറ്റ് കേസ് യു വിൽ ഹാവ് ടു സൈൻ ആൻ അഫിഡവിറ്റ് absolving us from all the responsible for your life or death. All right, give me the piece of paper and tell me what to write. അപ്പോൾ എന്താണ് പറയുന്നത്, ചെയർമാൻ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ മരണത്തിലോ ഉള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ശരിയെന്ന് പറഞ്ഞിട്ട് കടലാസ് എന്താ എഴുതേണ്ടതെന്ന് ഈ മാസ്റ്റർ ചോദിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റിൽ എന്ത് പറയുന്നത്, മജിസ്ട്രേറ്റ് തൻ്റെ ബ്രീഫ് കേസിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ആ മാസ്റ്റർക്ക് കൊടുക്കുകയാണ്. അവിടെയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാസ്റ്റർ അങ്ങനെ എഴുതി കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം രേഖയിൽ ഒപ്പിട്ടിട്ട് എന്താണ് അത് എഴുതി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ദെൻ എന്ത് ചെയ്തു, ഈ രജിസ്ട്രാർ ബഹുമാനിക്കാൻ വേണ്ടി മാത്രമാണ് താനതിൽ ഒപ്പിട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വിളിക്കപ്പെടാത്തതും അപ്രശസ്തവുമാണ് എന്ന് പുള്ളിക്ക് ബോധ്യമുണ്ടെന്നും ആര് പറയുന്നു, മാസ്റ്റർ പറയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് അധികാരം പ്രയോഗിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ചെയർമാൻ ലുക്ക് അറ്റ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് സെഡ് സ്റ്റോപ്പ് വെയിറ്റ്, ടെൽ മീ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഹാവ് റിട്ടൺ ദെയർ, ഓൺലി വാട്ട് യു ഹാവ് ഡിക്റ്റേറ്റഡ് ഇൻ എ ലാംഗ്വേജ് വി ഡോണ്ട് നോ, ഐ ക്യാൻ അക്സെപ്റ്റ്. അപ്പോൾ ചെയർമാൻ എന്ത് ചെയ്തു, ഈ ഡോക്യുമെൻറ്റ് പ്രമാണം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിർത്തൂ, കാത്തിരിക്കൂ, നീ ഇവിടെ എന്താണ് എഴുതിയതെന്ന് എന്നോട് പറയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ എഴുതിയെന്ന് മാസ്റ്റർ പറയാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് അറിയാത്തൊരു ഭാഷയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സോ ഇറ്റ്സ് ഇൻ സാൻസ്ക്രിറ്റ് in which our scriptures are written, the language of gods. I write only Sanskrit, although I know 10 other languages including Japanese. Without further ado, he put the key into the lock of headmaster's room. എന്താണ്, അത് സംസ്കൃതത്തിലാണ്, അതിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. ദേവന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയാണ് അതെന്ന് പറയാണ്. അപ്പോൾ ജാപ്പനീസ് ഉൾപ്പെടെ 10 ഭാഷ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ പക്ഷേ ഞാൻ സംസ്കൃതം മാത്രമേ എഴുതുള്ളൂ എന്നാണ് മാസ്റ്റർ പറയുന്നത്. സോ അധികം ആലോചിക്കാതെ തന്നെ മാസ്റ്റർ എന്ത് ചെയ്തു, ആ താക്കോലെടുത്ത് ഹെഡ് മാസ്റ്ററിൻ്റെ മുറിയുടെ എന്ത് ചെയ്തു, വാതിലിൻ്റെ പൂട്ടിലേക്ക് ഇടാണ് ചെയ്തത്. Let us go now, said my master. You must realize that human beings, for all their bluster, are timid creatures. They are likely to panic when they see you. Don't look at them. That's the only way to maintain one's peace of mind. എന്നിട്ട് എന്താണ്, നമുക്കിപ്പോൾ പോകാം, എൻ്റെ ഗുരു പറയാണ്. അതായത് ഗുരു വന്നിട്ട് അല്ലെങ്കിൽ മാസ്റ്റർ വന്നിട്ട് ഈ ടൈഗറിനോട് പറഞ്ഞു, നമുക്കിപ്പോൾ പോകാം, മനുഷ്യർ ഭീരുക്കളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കാണുമ്പോൾ അതായത് ടൈഗറിനെ കാണുമ്പോൾ അവർ പരിഭ്രാന്തരാകാൻ സാധ്യതയുണ്ട്, അവർ നോക്കരുത്. അത് മാത്രമാണ് നമുക്ക് മനസ്സമാധാനം നിലനിർത്താനുള്ള ഒരേ ഒരു വഴി എന്നാണ് മാസ്റ്റർ ടൈഗറിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആർ.കെ. നാരായണനാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നത് എന്താണ്, ടൈഗറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ടൈഗറിൻ്റെ
എന്താണ് ടൈഗറിൻ്റെ കാര്യങ്ങളാണ്. അതായത് ടൈഗർ ഒരു ഗ്രാമത്തിലേക്ക് വന്നു, ഒരു പട്ടണത്തിലേക്ക് വന്ന സമയത്ത് അവിടെ ആൾക്കാർ പേടിച്ചതും അല്ലെങ്കിൽ അവരെക്കുറിച്ചുണ്ടായിരുന്ന ഒരു മുൻധാരണകൾ തെറ്റാണെന്ന് മനസ്സിലാവുന്ന ഒരു സാഹചര്യങ്ങളാണ്. അതിൽ ലാസ്റ്റ് ആ ഒരു എന്താണ് ടൈഗറിൻ്റെ മാസ്റ്റർ തന്നെ മുൻകരുതലെടുത്ത് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ടൈഗറിനെ മോചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.